ഇത്രയും ആൾക്കാരുണ്ടല്ലേ, കുറച്ച് മാന്യമായിട്ട് നടക്കാം. എന്താടാ എന്റെ നടത്തം കണ്ടിട്ട് നിനക്ക് പിടിച്ചില്ലേ? എടാ നീ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയിലെ ചില പോലീസുമാർ ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ അവരിപ്പ പുല്ല ഉച്ചിഷ്ട അമ്മയത്തി ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയാത്തത് എന്റെ മാന്യത. കേട്ടറാ തെണ്ടി. എന്റെ സ്വഭാവം നിനക്കൊന്നും അറിയില്ല. ഏതോ തമിഴ് മന്ത്രിയുടെ പ്രതിമയാണെന്ന് തോന്നുന്നു. അനുഗ്രഹിക്കണം, ഞാൻ നന്നായി വരട്ടെ. ആരാ ഇതിന്റെ സിലോപ്പി? ഇതുണ്ടാക്കിയത് ആരാണെന്ന്? ഉണ്ടാക്കിയ ആള് ചത്തുപോയി, പേര് പപ്പനാവൻ. 3 പടിയുണ്ട്, സൂക്ഷിക്കണം. ഇക്കാലത്ത് പ്രതിമ സംസാരിച്ചു തുടങ്ങി. ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ധൈര്യം കാണിച്ച ആ മഹാൻ? ഞാൻ എപ്പോഴേ പറഞ്ഞതാ മിസ് കോൾ കൊടുത്താൽ മതിയെന്ന്. ആരാന്ന്? ഞാനാണ് സർ. മാറിക്ക്. എന്താ തന്റെ പേര്? പ്രതിമയോടല്ല, തന്നോട്. സദാശിവൻ. താൻ സാദാശിവനല്ലേ, അല്ലാതെ ഒറിജിനൽ ശിവനൊന്നും അല്ലല്ലോ. ഈ മരിച്ചുപോയ കുമാരൻ ജീവിച്ചിരുന്ന ആളാണ്. ജീവിച്ചിരിക്കുമ്പോൾ അയാൾ മരിച്ചിട്ടില്ല സർ. മൈ ഗോഡ്, അപ്പൊ ഈ കേസും കുഴയും. അല്ല, അത് തനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ജീവശാസ്ത്രം പഠിച്ചിട്ടുണ്ട് സർ. അതുകൊണ്ട് ഈ ജീവന്റെ ആദ്യ ബിന്ദുവായ അമീബ വിഘടന പരമ്പരയിലൂടെ പരിണാമങ്ങൾക്ക് വിധേയമായി ഈ മെറ്റമോർഫോസിസ് ലീഡ് ടു ഹ്യൂമാനിറ്റേഷൻ, എവല്യൂഷൻ തിയറി. അപ്പൊ എന്റെ ഊഹം തെറ്റില്ല. താനൊരു ബുദ്ധിജീവിയാണല്ലേ? ഞാനായിട്ടായതല്ല, പിന്നെ പാരമ്പര്യം. മനസ്സിലായില്ല. എന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ. അതാരാ? അല്ലെങ്കിൽ താൻ ഉണ്ടാവില്ലല്ലോ. അതെന്റെ അനിയനായിരുന്നു, അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ ബുദ്ധിജീവികളെ ഒരൊറ്റ കയറ്റാൻ തരും. എവിടെ മരിച്ചുപോയ കുമാരന്റെ ഭാര്യ? അകത്ത് കിടന്ന് കരയുകയാണ്. താങ്ക് യു. അപ്പൊ മരിച്ചുപോയ ആള് കുമാരൻ. അപ്പൊ ഈ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കുമാരന്റെ ഭാര്യ. കൺഫ്യൂഷൻ. നിക്കണ്ടേ അവിടെ. ഇതെന്താ സ്കൂൾ വിട്ട പോലെ? അകത്ത് ഉപ്പാവൊന്നും വിളമ്പില്ല. ആരും വരണ്ട. താനങ്ങോട്ട് പോകുന്നു. അല്ല, ആരും വരണ്ടെന്ന് പറഞ്ഞു. എന്നോടൊപ്പം ഒരാൾക്ക് വരാം. താനങ്ങോട്ടാ? ഒരാൾക്ക് വരാമെന്ന് പറഞ്ഞു. എടോ, അത് ഞാൻ ഇവനോട് പറഞ്ഞതല്ലേ. ഒരാളായില്ലേ സാർ? എടാ, അതിന് ഇവൻ. അല്ല, ഞാൻ ഒരാളാണ് സാർ. എടാ, അതല്ല, ഞാൻ ഇവനോടാ പറഞ്ഞത്. ഞാനും ഒരാളാണ് സാർ. എടോ, നിങ്ങൾ രണ്ടല്ലേ? അല്ല സാർ, ഞങ്ങൾ ഓരോരുത്തരാ. എന്നാ നിങ്ങൾ വാ. ഇതിൽ ആർക്കാ തെറ്റി? ഇതെന്താ പോലീസ് അകത്തോട്ട് ചോദ്യം ചെയ്യാൻ. അതിന് വനിതാ പോലീസ് അല്ലേ വേണ്ടത്? അയ്യോ, കൊണ്ടുവരാൻ മറന്നുപോയി. ഞാനിനി സാരി ഉടുത്താൽ മതിയോ? നന്നായി സാറേ, കുറച്ച് വർത്താനം കൂടുതൽ. നിർത്താൻ. നിർത്തി. ഈ സൗമിനെ ഞാനല്ല, ഇതാ കുമാരൻ ഭർത്താവാണ് സാർ. ഓ, ഈ കുട്ടി എന്റെ മോള. അപ്പൊ കുമാരന്റെ കുട്ടിയല്ല. ഈ കുമാരൻ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല സാർ. ദാമ്പത്യ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞോളൂ. എനിക്കതൊക്കെ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ്. സത്യം. ക്ഷമിക്കണം സാർ, മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യയാണവർ. എന്റെ ഭാര്യയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്വന്തം ഭർത്താവ് മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് ഇപ്പൊ കഴിയില്ല. എന്നാ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് സാർ. ശരി, എന്നാ വേറെ ചോദ്യം ചോദിക്കാം. ഒരൊറ്റ ചോദ്യം. കുമാരന് ഇഷ്ടപ്പെട്ട പൂവ്? സാർ പ്ലീസ്. ഞാൻ പൂവെന്നല്ലേ പറഞ്ഞത്? അതിൽ അക്ഷര തെറ്റൊന്നുമില്ലല്ലോ. ഇടോ, കുമാരന് ഇഷ്ടം മുല്ലപ്പൂവായിരുന്നെങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. ഈ മുല്ലപ്പൂവിന് ചില കാര്യങ്ങളുമായി വല്ലാത്തൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാ. ബൈ ദ ബൈ, കുമാരൻ അയച്ച കത്തെവിടെ? കത്ത് ഇവിടെ ഉണ്ട് സാർ. ഇങ്ങട് ഇപ്പൊ വായിച്ചു. എന്റെ പ്രിയപ്പെട്ട സൗമിനിക്ക്. എന്തോ പോലെ. എന്തു പറ്റി സാർ? എടോ, ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് അയച്ച കത്ത് ഒരിക്കലും മാന്യനായ ഒരാൾ വായിക്കാൻ പാടില്ല. ഞാൻ അത്ര ചീപ്പല്ല. എന്നാ സാറ് കത്ത് ഇങ്ങോട്ട് കൊടുക്ക്. താൻ വായിക്ക. കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഇതിങ്ങനെ പരസ്യമായിട്ട് വായിക്കുന്നത് ശരിയല്ല. അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്റെ മരുമകളുടെ ഭർത്താവ് അവൾക്ക് അയച്ച കത്താ അത്. എന്റെ അനിയൻ എഴുതിയ കത്ത അയക്കുന്നവിടെ തീർന്നു. എഴുതിയാളുടെ അവകാശം. ഇപ്പൊ ഈ കത്ത് ഞങ്ങളുടെ അവകാശത്തിലാ. അത് തന്നെ. നിങ്ങൾ അത്രയ്ക്ക് അടുത്ത ബന്ധുക്കളാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? നല്ല ഐക്യം. കുമാരൻ ഇവിടെ അടിച്ചോണ്ട് പോന്നതാ. ഓഹോ, പ്രായപൂർത്തിയായ യുവതി യുവാക്കളുടെ കല്യാണത്തിന് എതിര് നിന്ന നിങ്ങളുടെ പേരിൽ മുൻകാല പ്രാബല്യത്തോടെ എനിക്ക് കേസെടുക്കാം. കുമാരന്റെ ആത്മഹത്യാ പ്രേരണയും നിങ്ങളുടെ പേരിൽ ചുമത്തും. പോലീസിന് എങ്ങനെ വേണോ കേസെടുക്കാം. അറിയാലോ? എല്ലാത്തിനെയും കുറുക്കും ഞാൻ. അകത്തിങ്ങടുത്തെ ഇതിന്റെ സീല് വെച്ച് അയച്ച സ്ഥലം ഞാൻ കണ്ടുപിടിക്കും. കിട്ടിപ്പോയി. KA. എടോ, ഇത്രയും നാളായിട്ട് ഈ സീല് വെച്ച് ഇവിടെയുള്ള ക്നാപ്പന്മാരും ഇത് കണ്ടുപിടിച്ചില്ലേ? എടോ, KA എന്ന് പറഞ്ഞാൽ കാസർഗോഡ്, അല്ലെങ്കിൽ കടലുണ്ടി, അല്ലെങ്കിൽ കൽപ്പറ്റ, കായംകുളം, ഇല്ലെങ്കിൽ കളിയിക്കവള.
ഇവിടെ എവിടുന്നോ അയച്ചതായിരിക്കും. പക്ഷെ ഇത് കണ്ടുപിടിക്കണം. ഇനിയിപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ തന്നെ കിട്ടുന്നത് എന്താ? വേറെ ഒരു ഡെഡ് ബോഡി. അതും കിട്ടണമെന്നില്ല. സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പിന്നെ എങ്ങനെ പണയണം? ഇല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള സകല കുമാരന്മാരുടെയും ലിസ്റ്റ് എടുക്കണം. അതിൽ മരിച്ചവരെത്ര, മരിക്കാത്തവരെത്ര, അതെല്ലാം കൂടെ കൂട്ടി കുടിച്ച് ഹരിച്ച് വരുമ്പോഴത്തേനും ഞാൻ റിട്ടയർ ആവും. സാർ എന്തൊക്കെയായി പറയുന്നത്? കുമാരന്റെ ബോഡി എളുപ്പം കണ്ടുപിടിക്കണം, അല്ലെ നാട്ടുകാരെ തന്നിനിറം കാണേണ്ടി വരും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. നീ വാടാ, നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. പഞ്ചാരക്കര പുത്തം വീട്ടിൽ വലിയ കേശു പണിക്കരുടെ മൂത്ത മകൻ ചാത്തുപ്പണിക്കരാ ഞാൻ. എന്നോടാ അവന്റെ കളി. എന്നെപ്പോലൊരു മാന്യന് എന്റെ കുമാരന്റെ വീട്ടിൽ നിറക്കി വിടാൻ അവനാരാ ലൈസൻസ് കൊടുത്തേ? എന്താ പണിക്കരേട്ടാ? ഒരു ബന്ധവും ഇല്ലാതെ, ഒരു കാര്യവും ഇല്ലാതെ ഒരു അന്യ വീട്ടിൽ വന്ന് ഒരുത്തിന് ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കുവോ? കുമാരൻ ചത്തു എന്നറിഞ്ഞപ്പോ നേരെ ഇങ്ങ് കയറി പോന്നതാ അവൻ. ഞാൻ ഈ പറയുന്ന അച്ചട്ട. അവനെ അവിടെ മറ്റവനാ കാമുകൻ. എനിക്ക് മനഃശാസ്ത്രം അറിയാം. എല്ലാവരെയും കാണണമെങ്കിൽ കണ്ടോ ഈ മാന്യനായ മനഃശാസ്ത്രജ്ഞന്. നിങ്ങളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പറയണ്ട, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അത് ശരിയാ. നാട് നീളെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ പരദൂഷണം പറഞ്ഞ് നടക്കണല്ലേ നിങ്ങളുടെ മഹത്വം. അത് വല്ലാണ്ടങ്ങ് വിളമ്പണ്ട. വിളമ്പോടോ, അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. 24 മണിക്കൂറും കള്ളും കുടിച്ചു നടക്കുന്ന തനിക്ക് എന്നെ പറ്റി പറയാൻ എന്ത് അവകാശമാണോ ഉള്ളത്? അവകാശമുണ്ട്. ഞാൻ തന്നെ പോലെ നാണമില്ലാതെ നടക്കുന്നവനല്ല. ഞാൻ കള്ളു കുടിച്ചാലും ഏത് പാതിരാത്രി ഏത് വീട്ടിലും മണിമണി പോലെ കയറി ചെല്ലാം. താൻ കള്ളു കുടിച്ചില്ലെങ്കിലും കയറി ചെന്ന അവരെ കേട്ടില്ല അല്ലേ സഖാവേ? അതിപ്പോ രാഷ്ട്രീയപരവും സൈദ്ധാന്തികവുമായിട്ട് പറഞ്ഞ തുടങ്ങി. വേണ്ട. താൻ വലിയ കൊത്താഴത്തെ പണിക്കരാന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പണ്ട് നിങ്ങളുടെ പരദൂഷണം കാരണം ഈ നാട്ടിലെ ഒരു പെണ്ണ് കിഴറ്റിച്ചാടി ചത്തിട്ടുണ്ട്. ഇനി അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സദാശിവൻ, അവൻ ഞങ്ങള് നാട്ടുകാരുടെ മുമ്പിൽ ആൺകുട്ടിയാ, കാര്യത്തിന് കൊള്ളുന്നവൻ. എന്ത്? അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ അവന്റെ ആളുകളായി. പണിക്കരഞ്ഞു മോങ്ങാൻ തുടങ്ങി. ചേട്ടനാ? ഇതെന്താ തലേ കൂടെ മുണ്ടിട്ടിരിക്കുന്നു? അയ്യോ, തലേ കൂടി മുണ്ടിട്ട് വന്ന എന്തിനാണ്? സമയം ഒരുപാട് വൈകിയില്ലേ? തന്നെയുമല്ല, നീ നാട്ടിലെ പ്രഥമ വനിതയാണല്ലോ. ഞാൻ ഈ പഞ്ചാരക്കര പഞ്ചായത്തിലെ പ്രഥമ പൗരനും, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്. ആ നിലയ്ക്ക് ഈ വീട്ടിൽ വരുന്നതിന് ചില അക്ലിഷ്ടതകളൊക്കെ ഉണ്ട്. അക്ലിഷ്ടതയോ? ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിക്കേണ്ടതുണ്ടെന്ന്. അടുത്ത ഇലക്ഷനിൽ എന്നെ താഴെ ഇറക്കാൻ ചിലരിവിടെ കോപ്പ് കൂട്ടുന്നുണ്ട്. പാതിരാ കഴിഞ്ഞില്ലേ? ഈ നേരത്തെ വരവ് പതിവില്ലല്ലോ. ചേട്ടൻ വീട്ടിൽ പോവാൻ നോക്ക്, ഭാര്യ സംശയിക്കും. സംശയിക്കാൻ എന്തിരിക്കുന്നു? ആ കുമാരൻ ചത്തില്ലേ, ഞാൻ അവന്റെ വീട്ടിലാണ് നമ്മൾ കരുതിക്കോളും. ഒരു മരണം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി അറിയാമല്ലോ. റിത്തുവയ്ക്കൽ, ഫോട്ടോ എടുക്കൽ, അനുശോചനം, മീഡിയ ചാനൽ എന്ന് വേണ്ട എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടടി കള്ളി പെണ്ണേ. എനിക്കറിയാം, ഈ സ്നേഹമൊക്കെ കുറച്ചു നേരത്തേക്ക് ഇരിക്കട്ടെ. ഞാൻ എത്ര നാളായി പറയുന്നു ഈ വീടൊന്ന് വാർത്തു തരണോന്ന്. ഞാനൊരു പാവല്ലേ ചേട്ടാ? മാധവി, പാവങ്ങൾക്ക് അടുത്ത പഞ്ചായത്ത് ബഡ്ജറ്റിൽ നിന്നെ കൂടി മനസ്സിൽ കണ്ട് ഞാനൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചീറ്റിപ്പോയാൽ കക്കൂസിന് തരും. കക്കൂസിന്നോ? PKF പഞ്ചായത്ത് കക്കൂസ് നിർമ്മാണ ഫണ്ട്. അതിൽ നിന്ന് ഞാൻ വെട്ടും. കോഴി കൂവുന്നതിന് മുമ്പ് എനിക്ക് കുടുംബത്തെത്തണം. അപ്പോ കുമാരന്റെ വീട്ടിൽ പോണില്ലേ? അവൻ പോയില്ലേ? അന്വേഷണം നടക്കല്ലേ, ബോഡി വരട്ടെ. നിന്റെ ബോഡി ഒന്ന് ചീർത്തിട്ടുണ്ട്, കുറയ്ക്കണം. ആയുർവേദം നല്ലതാണോ ചേട്ടാ? ഈ നട്ടപ്പാതിരയ്ക്ക് സാമവേദമാണ് നല്ലത്. അനുരാഗവിലോചനായി ഏട്ടൻ മരിച്ചിട്ട് പാട്ടുപാടി നടക്ക? അത് പിന്നെ പാട്ട് എന്റെ ഒരു വീക്ക്നെസ്സാ. മരിച്ചതിൽ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഫാസ്റ്റ് ലൈഫ് അല്ലേ? അത് പോട്ടെ, പിന്നെന്തൊക്കെയാ ഇയാളുടെ വീക്ക്നെസ്സുകള്? പിന്നെ പറയട്ടെ? പറയേ. വേണ്ട, ഞാൻ പിന്നെ പറയാം. പറയുന്നേ. എന്നാ പിന്നെ SMS ചെയ്യാം. അപ്പോ നമ്പർ വേണ്ടേ? പിന്നെ വിട്ടു.
ഞാൻ കണ്ടു. എന്ത്? അല്ല, കാണുമായിരുന്നു. കുറച്ചുകൂടെ വൈകി വന്നിരുന്നെങ്കിൽ അല്ലേ? പറയട്ടെ, ചേട്ടനോട് പറഞ്ഞേക്കാം. അതാ നല്ലത്. എന്റെ പൊന്നിയേട്ടാ, ചതിക്കല്ലേ. അപ്പൊ ചീറ്റിംഗ് ആണോ? പിന്നെ ഹലോ, പ്ലീസ് പറയല്ലേ. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എനിക്കൊന്നും അറിയില്ല. അറിയാം, നിങ്ങൾക്കേ അറിയൂ. നിങ്ങളല്ലേ എല്ലാം നിയന്ത്രിക്കുന്നത്. ഓ, അങ്ങനെ. സൗമിനിയുടെ ആൾക്കാരെയൊന്നും എനിക്ക് വലിയ പരിചയമില്ല. എന്റെ നേരെ അനിയനാ കുമാരൻ. ഞങ്ങള് സഹോദരങ്ങളായല്ല, സുഹൃത്തുക്കളെ പോലെയാ വളർന്നത്. അവൻ മരിച്ചിട്ട് അവന്റെ ബോഡി എവിടെയാണെന്ന് അറിയാതെ അനാഥായി കിടക്കുന്നുണ്ടാവും. അത് നമുക്ക് കണ്ടെത്തണം. അന്വേഷണത്തിനും മറ്റും കാശുകളും ഉണ്ടാവുമല്ലോ. കാശ് ഒരു പ്രശ്നമാക്കണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. എന്നാണോ? അല്ല, ചേട്ടനെയാ. ഇങ്ങോട്ട് വന്നേ. വൈഫാ? ചെന്നാട്ടെ. അപ്പൊ പറഞ്ഞ മതി. ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എന്താ അയാളോട് പറഞ്ഞത്? അത് പിന്നെ കാശിന്റെ കാര്യം, ബോഡി കണ്ടെത്താനും മറ്റും ചെലവുണ്ടാവൂലോ. നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ മരിച്ച അവന്റെ സ്വത്തുക്കളിൽ എനിക്കും അവകാശം ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കണ്ടേ? ആവേശ് കുമാർ ആവല്ലേ? ഞാൻ പറഞ്ഞെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷേ ഈ കാണുന്നതൊക്കെ പണയത്തിലാ. കടം കയറി നിക്കക്കള്ളിയില്ലാതെ അവൻ ചത്തത്. ആണോ? ഇനിയിപ്പോ എന്താ ചെയ്യ പത്മിനി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അതിന് ഇതിനെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും കാശിന്റെ ചെലവ് വരുന്ന കാര്യങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ പിന്നെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാല്ലേ? അത് പിന്നെ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടല്ലോ. നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ നടക്കട്ടെ. ഓ ഓ ഓ. ഒന്നല്ലെങ്കിൽ നടക്കടോ. ഇത് ഒന്ന് അരിഞ്ഞേ. ശരി. ജയശ്രീ, ഉച്ചക്കലത്ത് ഊണിനരിയിടുമ്പോ കുറച്ചുകൂടി ഇട്ടോ. രണ്ട് ചിക്കൻ കാല്. ചിക്കൻ ഇടുന്ന ആൾക്കാർ ബഹളം വെക്കുന്നത് ആ കോഴി ചിക്കന് പോയി പന്നി എന്തിയെ? എത്തിയിട്ടില്ല. അതെ, അരി ഇടുമ്പോ 2 അടക്കങ്ങൾ ഇട്ടേക്ക്. ആളുകൾ അധികം കഴിക്കില്ല. ഇന്നലത്തെ ബീഫ് കറി എടുത്ത് ബീഫ് റോസ്റ്റ് ആക്ക്. അപ്പൊ ഇന്നലത്തെ ബീഫ് റോസ്റ്റോ? എടി ബീഫ് ഫ്രൈ ആക്കടി. ഇതൊക്കെ നിങ്ങൾ നിത്യം പറഞ്ഞു വന്നേ. ചിക്കന് ബഹളം വെക്കല്ലേ? തരാം. അതെ, ആരും ബഹളം ഉണ്ടാക്കണ്ട. എല്ലാവർക്കും സാധനം എത്തിക്കും. 2 പൊറോട്ട ഒരു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ട് മണിക്കൂർ ഒന്നാ. എത്ര നേരം കാത്തിരിക്കാ? അതെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കറി കഴിക്കണമെങ്കിലേ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എടോ പണിക്കരെ, ഇവിടെ കണാകുണാന്ന് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടെങ്കിലില്ല, ഇത് പഴയ പോലത്തെ ചായക്കടയല്ല, പിന്നെ റെസ്റ്റോറന്റ്. ആസിയാൻ പ്രതിപക്ഷത്തിന് എതിർപ്പ്. എല്ലാം എതിർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു രീതി. അയ്യോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് March 2. അപ്പൊ 2-3 ദിവസം ബാർ അവധിയായിരിക്കും. ആവശ്യമുള്ള സാധനം നേരത്തെ വാങ്ങിച്ചു അത് പറഞ്ഞപ്പോഴാ ഓർത്ത് നമുക്കും ഉണ്ടായിരുന്നല്ലോ ഒരു പ്രസിഡന്റ്. ഉണ്ടായിരുന്നല്ലോ എന്നല്ല, ഉണ്ട് എന്ന് തന്നെ പറയണം. താൻ പറഞ്ഞതിന്റെ അർത്ഥം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനില്ല എന്നല്ലേ? എന്നാ കണ്ടോ, പഞ്ചായത്ത് പ്രസിഡന്റിനെ ശരിക്കും കണ്ടോ? തന്നെ പോലെ ഒരു പഴഞ്ചൻ പത്രവും കക്ഷത്തിൽ ഇടുക്കി പിടിച്ചോണ്ട് കണ്ട ചായക്കടയുടെയും പെട്ടിക്കടയുടെയും തിണ്ണനിറങ്ങലല്ല എന്റെ ജോലി. സാറിനെ കണ്ടത് നന്നായി. സാറിന്റെ അടുത്തൊരു അപേക്ഷയുണ്ട്. എന്താ അപേക്ഷ? എല്ലാ മാസവും 1-ാം തീയതിയുള്ള ബാർ അടവ് ഒന്ന് ഒഴിവാക്കി തരുമോ? ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാർ അതിന്റെ തിരക്കിലായിരുന്നു. തിരക്കിനെ കുറിച്ച് ഒന്നും പറയണ്ട വോട്ടറെ. ഒരുപോലെ കണ്ടടച്ചിട്ട് എത്ര ദിവസമായെന്നാണ്. ഇന്നലെ രാത്രി പോലും ഈ പഞ്ചാരക്കാരെ പഞ്ചായത്തിന്റെ പരിപൂർണ വികസനത്തിന് വേണ്ടി 1 മിനിറ്റ് പോലും ഒഴിവില്ലാതെ പണിയെടുക്കുകയായിരുന്നു മന്ത്രി മാധവനുമായിട്ട് ചർച്ച. അതിന്റെ ഇടയ്ക്കാ ഓരോരുത്തന്മാരുടെ വക. കുമാരന്റെ വിധവയെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെട്ടുകുഴി വേലായുധൻ. പഞ്ചാരക്കരയുടെ ഓമനപുത്രൻ എന്ന് ചുവരെഴുത്ത് കണ്ടിട്ടുണ്ടാവും. മഴ കാരണം ലേശം മാഞ്ഞു പോയിട്ടുണ്ട്. എനിക്കെന്നും പ്രിയപ്പെട്ടവനായിരുന്നു കുമാരൻ. കുമാരന്റെ ഈ അകാല വിയോഗത്തിൽ ഞാൻ എന്റെ അകൈത്തവമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്റെ വിശ്വസ്തനായ അനുഭാവിയും അനുയായിയുമായിരുന്നു മിസ്റ്റർ കുമാരൻ. മരണമെന്ന പ്രതിഭാസത്തെക്കുറിച്ച് പല മഹാരഥന്മാർ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും മരിക്കുന്നവനെ സംബന്ധിച്ച് മരണത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു. എന്താ പേര്? കുമാരൻ. മരിച്ചയാളുടെ അല്ല, നമ്മളുടെ. ചേട്ടൻ അറിഞ്ഞ വഴക്ക് പറയും. ഓ, വഴക്ക് വേണ്ട, മരണവിടല്ലേ. ഞാൻ വന്ന വഴിക്ക് എന്നെ പോയേക്കാം, മീറ്റിംഗ് ഉണ്ട്. എന്താ പേര്? കുമാരൻ.
പോകാൻ വരട്ടെ. താൻ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഒന്നും വിചാരിച്ചിട്ടില്ല. വനിതാ സഹകരണം എന്ന് പറയുന്നതല്ലാതെ സഹകരണം അശേഷമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുകയായിരുന്നു ഞാൻ. സഹകരിക്കാൻ പറ്റിയൊരു മോന്തേ. മുഖം നോക്കാതെ നടപടിയെടുക്കാമല്ലോ. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് താൻ എന്തൊക്കെയാ നോട്ടീസിൽ അടിച്ചു വിട്ടത്? രമണനെ വഞ്ചിച്ച ചന്ദ്രികയെ ഒറ്റപ്പെടുത്തുക എന്ന്. അതിന്റെ പേരില് രമണേട്ടൻ എന്നെ ഇപ്പോഴും സംശയം, അറിയോ? ചന്ദ്രിക എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. രാഷ്ട്രീയ വൈരം തീർക്കാനായിരുന്നില്ലത്. സ്വന്തം പൂർവ്വകാമുകിയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കാമുകന്റെ അടങ്ങാത്ത ആക്രാന്തമായിരുന്നു അത് പ്രതിഫലിച്ചത്. ഒരു പൂർവ്വകാമുകൻ. വാടോ. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും. സങ്കല്പലോകമല്ലീയുല. അത് ഇലക്ഷനിൽ തോറ്റ വനിതാ മെമ്പർ അല്ലേ? മണോടിച്ചപ്പോ നിക്ക് മനസ്സിലായി. നിക്ക് നിക്ക് നിക്ക്. അതെ, ആ ചത്തവന്റെ ഭാര്യയുടെ പേര് ചാത്തവന്റെ പേര് കുമാരൻ. അപ്പൊ കുമാരന്റെ സ്ത്രീലിംഗം കുമാരി. ആ കിട്ടി കിട്ടി, സൗമിനി. സൗമിനി കുമാരൻ. സൗമിനി കുമാരൻ. സൗമിനി കുമാരൻ. ചത്തവന് കുട്ടിയുണ്ടാവും. ചത്തോന് കുട്ടികളുണ്ടാവില്ല, ചവണയ്ക്ക് മുമ്പുണ്ടായിണ്ടാവും. അതെ അതെ, അതിന് സംശയമില്ല. അയ്യോ, എന്നാലും എന്റെ സൗമിനി, നിനക്ക് ഈ ഗതി വന്നല്ലോ. എനിക്കിത് സഹിക്കാൻ വയ്യേ. നിന്റെ കുമാരൻ എന്തിനീ പണി ചെയ്തു? എന്നാലും അവനൊന്ന് ഓർക്കായിരുന്നു. ഒരു കൊച്ചുണ്ടെന്ന കാര്യമെങ്കിലും. അയ്യോ, ഇത്ര ചെറുപ്പത്തിലേ നീ വിധവയായല്ലോ സൗമിനി. കണ്ടാൽ അത്രയ്ക്ക് ചെറുപ്പമൊന്നുമല്ലല്ലോ. നിങ്ങൾ എന്താ പെപ്പറന്നീ കാണിക്കുന്നേ? എന്റെ ഭർത്താവ് ചത്തിട്ടൊന്നുമില്ല. 11 മണി പോലെ പുറത്ത് നടക്കുന്ന കണ്ടില്ലേ? അപ്പൊ സൗമിനി? ആ സൗമിനിയാ. ഇതാ സൗമിനി. മെമ്പർക്ക് ആള് മാറിപ്പോയിടാ.